തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പ് പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. കേരളത്തിൽ പരസ്പരം പോരടിക്കുന്ന പാർട്ടികളെല്ലാം മതനിരപേക്ഷ മുന്നണിക്ക് കീഴിൽ ഒറ്റക്കെട്ടായാണ് പ്രചാരണം കൊഴുപ്പിക്കുന്നത്. കേരളത്തിലെ പ്രശ്നങ്ങൾ ആ സംസ്ഥാനത്തേത് മാത്രമാണ് എന്നാണ് തമിഴ്നാട്ടിലെ നേതാക്കൾ പറയുന്നത്. തിരുപ്പൂരിലെ മതനിരപേക്ഷ മുന്നണി സ്ഥാനാർത്ഥി CPI-യിലെ ടി സുബ്ബരായന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ റോഡ് ഷോയാണിത്. CPI-ക്കും CPM-നുമൊപ്പം അതേ ആവേശത്തിലുണ്ട് കോൺഗ്രസും മുസ്ലിം ലീഗുമെല്ലാം. UPA-ക്ക് വേണ്ടി മതനിരപേക്ഷ മുന്നണിക്ക് വേണ്ടി പരമാവധി വോട്ടുകൾ സ്വരൂപിക്കാനുള്ള അവസാന ശ്രമങ്ങളിലാണ് എല്ലാ പാർട്ടികളും. എന്തവിധமான சந்தேகத்திற்கும் இடமில்லாமல் 40 தொகுதிகளிலும் திமுக அணிதான் வெற்றி பெறும் என்பது உறுதியிலும் உறுதி. പുതുച്ചേരി ഉൾപ്പെടെ 10 സീറ്റുകളിൽ കോൺഗ്രസും 2 വീതം സീറ്റുകളിൽ CPM-ഉം CPI-യും 1 സീറ്റിൽ മുസ്ലിം ലീഗും മത്സരിക്കുന്നു. എല്ലാ പാർട്ടികളുടെയും സംസ്ഥാന നേതാക്കൾ തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഇറങ്ങുന്നത്. മോദി വിരുദ്ധതയും സംസ്ഥാന സർക്കാരിന്റെ വികസന വിരുദ്ധ പ്രവർത്തനങ്ങളും തന്നെയാണ് പ്രചാരണത്തിൽ ഇപ്പോഴും കേൾക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം ഉപതെരഞ്ഞെടുപ്പിൽ പരമാവധി സീറ്റുകൾ നേടി സംസ്ഥാന ഭരണം കൂടി നേടുകയെന്ന ലക്ഷ്യവുമുണ്ട് മതനിരപേക്ഷ മുന്നണിക്ക്. തമിഴ്നാട്ടിൽ ചെങ്കൊടിക്ക് ഊർജം പകർന്നുകൊണ്ട് ത്രിവർണ്ണ പതാകയും ഹരിത പതാകയും എല്ലാം പിന്നാലെയുണ്ട്. തിരിച്ചും അങ്ങനെ തന്നെ. കേരളത്തിലുണ്ടായ വാദപ്രതിവാദങ്ങളും വാഗ്വാദങ്ങളും ഒന്നും തന്നെ തമിഴ്നാട്ടിലെ മതനിരപേക്ഷ മുന്നണിയുടെ പ്രവർത്തനങ്ങളെ ഇനിയും ബാധിച്ചിട്ടില്ല. ക്യാമറ പേഴ്സൺ ഷിജു ചിറ്റൂരിനൊപ്പം തിരുപ്പൂരിൽ നിന്നും മനേഷ് മൂർത്തി, മീഡിയ 1.